പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ രാജ്യം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയോട് മുണ്ടുമുറുക്കിയെടുക്കാൻ പറയാതെ പറയുന്നത്. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, നമ്മുടെ വിദേശ നാണ്യത്തെ സംരക്ഷിക്കാനായി 1 വർഷത്തേക്ക് സ്വർണം വാങ്ങരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ളത്. हमें पेट्रोल डीजल का उपयोग कम करना होगा. इलेक्ट्रिक व्हीकल का ज्यादा से ज्यादा उपयोग करें. വിദേശ നാണ്യം ലാഭിക്കാനും യുദ്ധത്തിന്റെ ആഘാതം കുറക്കാനും ഇന്ധന ഉപയോഗം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി. നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനകൾ വെറും ഉപദേശങ്ങളല്ലെന്നും പരാജയത്തിന്റെ തെളിവുകളാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാഗമായുള്ള ആഘാതം കുറക്കുന്നതിനായി വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുന്നതും സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. സ്വർണം വാങ്ങരുത്, വിദേശത്തെ പോകരുത്, പെട്രോൾ ഉപയോഗം കുറക്കണം, മെട്രോ ഉപയോഗിക്കണം, വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. हम सोने के गहने नहीं खरीदेंगे, सोना नहीं खरीदेंगे. विदेशी मुद्रा बचाने के लिए हमारी देशभक्ति हमें चुनौती दे रही है और हमें इस चुनौती को स्वीकार करते हुए വിദേശി മുദ്രको बचाना होगा. 12 വർഷത്തിനുള്ളിൽ അദ്ദേഹം രാജ്യത്ത് എത്തിച്ചിരിക്കുന്നത് ഇത്തരമൊരു അവസ്ഥയിലാണെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. എന്ത് വാങ്ങണം, എന്ത് വാങ്ങരുത്, എവിടെ പോകണം, എവിടെ പോകരുത് എന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നു. ഓരോ തവണയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ജനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. യുദ്ധം തുടങ്ങി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. കോവിഡ് കാലത്തെ പോലെ ഇന്ധനം ലാഭിക്കുന്നതിനായി കഴിയുന്നവരെല്ലാം വർക്ക് ഫ്രം ഹോമിലേക്ക് മാറണമെന്നാണ് മോദി അഭ്യർത്ഥിച്ചത്. ഇത് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയില്ലെന്ന് വിളിച്ചു പറയുന്നതിന് തുല്യമായ നിലപാടാണ്. ഭാഗികമായ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതെന്ന് NK പ്രേമചന്ദ്രൻ MP. ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാഗമായി പ്രതിസന്ധി രൂപപ്പെട്ടിട്ട് മാസങ്ങളായി. പക്ഷേ ഇത്രയും കാലം മതിയായ ആലോചനയോ ചർച്ചയോ വ്യക്തമായ പാക്കേജോ പ്രഖ്യാപിച്ചിട്ടില്ല. പകരം കാഷ്വലായി പ്രശ്നത്തെ കാണുകയും ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുക എന്നത് നിർഭാഗ്യകരമാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. സ്വർണം 1 വർഷക്കാലത്തേക്ക് വാങ്ങുന്നതിൽ നിന്നും എല്ലാവരും പിന്തിരിയണമെന്ന് മോദി പറഞ്ഞതിന്റെ തിരിച്ചടി ഇന്ന് വിപണിയിൽ കാണുകയാണ്. തകർന്നടിഞ്ഞിരിക്കുകയാണ് ജ്വല്ലറി ഓഹരികൾ. ടൈറ്റാൻ, സെൻകോ ഗോൾഡ്, കല്യാൺ ജ്വല്ലേഴ്സ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളിൽ 9% വരെ ഇടിവുണ്ടായി. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. എല്ലാ മാസവും ശരാശരി 60 ടൺ വരെ സ്വർണം ഇന്ത്യ ഇറക്കുമതി ചെയ്യാറുണ്ട്. രാജ്യത്ത് നിക്ഷേപമായി സ്വർണത്തെ പരിഗണിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണെന്ന് പകൽ പോലെ വ്യക്തം. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ഇവിടെ തീരുന്നില്ല. വിവാഹങ്ങൾക്കും അവധിക്കാല യാത്രകൾക്കുമായി വിദേശത്തേക്ക് പോകുന്ന സംസ്കാരം വളർന്നു വരുന്നതായും നിലവിലെ പ്രതിസന്ധി ഘട്ടത്തിൽ യാത്രകൾ മാറ്റിവെക്കണമെന്നും മോദി. ചുരുക്കത്തിൽ നിലവിൽ പ്രതിസന്ധി മാനേജ് ചെയ്യാൻ കഴിയാതെ താൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു പറയുകയാണ്. അക്ഷരാർത്ഥത്തിൽ മോദി സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മോദിയുടെ നിർദ്ദേശത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നത്. ഇനി ഈ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്താണെന്ന് മോദിയുടെ വാക്കുകളിലുണ്ട്. അതെ, ഇരുണ്ട കാലമാണ് മുൻപിൽ.